14 വർഷത്തെ വനവാസത്തിനും അജ്ഞാതവാസത്തിനും ശേഷം വിരാടരാജാവിന് വേണ്ടി അർജുനൻ കൗരവ സൈന്യത്തോട് ഏറ്റുമുട്ടുന്നു. ദ്രോണരും അർജുനനും നേർക്കുനേർ വന്നു, ഗുരുവും ശിഷ്യനും. തൻ്റെ നേർക്ക് അസ്ത്രങ്ങൾ അയച്ചതിനു ശേഷമേ താൻ ഗുരുവിൻ്റെ നേർക്ക് അസ്ത്രങ്ങൾ അയക്കുകയുള്ളൂ എന്ന് അർജുനൻ ദ്രോണാചാര്യരോട് പറഞ്ഞതുകൊണ്ട് ദ്രോണാചാര്യർ 20-ൽ പരം ശരങ്ങൾ അർജുനൻ്റെ നേരെ ആദ്യം പ്രയോഗിച്ചു. അർജുനൻ അതെല്ലാം അനായാസേന മുറിച്ചു. പിന്നീട് ആചാര്യൻ്റെ നേർക്ക് തീക്ഷ്ണങ്ങളായ ശരങ്ങൾ അർജുനൻ തൊടുത്തുവിടുകയും ചെയ്തു. പിന്നീട് ഗുരുവും ശിഷ്യനും അതിഭീകരമായ യുദ്ധം തന്നെ അവിടെ ആരംഭിക്കുന്നു. യുദ്ധത്തിൽ ഗുരുവോ ശിഷ്യനോ ആരാണ് കൂടുതൽ സമർത്ഥൻ എന്ന ചിന്തയായിരുന്നു കണ്ടുനിന്നവർക്കെല്ലാം. ഗാന്ധീവത്തിൽ നിന്നും പാഞ്ഞുവരുന്ന അസ്ത്രങ്ങളെ നേരിടുവാൻ കഴിയാതെ ദ്രോണർ നന്നേ വിഷമിച്ചു. അർജുനൻ്റെ കൈവേഗതയും യുദ്ധസാമർഥ്യവും കണ്ട് ദ്രോണാചാര്യർ ആശ്ചര്യപ്പെട്ടു. അർജുനൻ അയച്ച അമ്പുകൾ കൊണ്ട് ദ്രോണരുടെ രഥം ആകെ മൂടിപ്പോയി. അങ്ങനെ ഉഗ്രമായ പോരാട്ടം നടക്കുമ്പോൾ തൻ്റെ പിതാവിന് ആശ്വാസം നൽകുവാൻ അശ്വത്ഥാമാവ് തേരുകളോടുകൂടി വന്ന് അർജുനനെ വളയുന്നു.